നമസ്കാരം. പഞ്ചശക്തി ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്താണെന്ന് അറിഞ്ഞാലോ? ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതാണ്. ആരും ഒന്നും ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യരുത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഒരുപാട് പേരുടെ എനർജീസ് ഇതിൽ വരാം. അതുകൊണ്ട് നിങ്ങൾക്കൊരു റീഡിംഗ് കിട്ടാനായിട്ട് ആത്മാർത്ഥമായി നിങ്ങളുടെ പേഴ്സന്റെ മുഖം മനസ്സിൽ വിചാരിച്ച് നന്നായി പ്രാർത്ഥിക്കുക. ഓക്കെ. നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് തന്നിരിക്കുന്ന മെസ്സേജുകൾ ഇതൊക്കെയാണ്. ഇത് ആരുടെ എനർജിയാണോ വന്നിരിക്കുന്നത്, ആ പേഴ്സൺ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പേഴ്സണ് നിങ്ങളുടെ റിലേഷൻ അത്ര ഹാപ്പി ആയിട്ടായിരിക്കില്ല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുന്നില്ല എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു തോന്നലുണ്ട്. ഇത് ചാരിയറ്റാണ് ഫസ്റ്റ് വന്നേക്കുന്നത്. ഈ റിലേഷൻ ഒരു കൺഫ്യൂഷൻ തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സ്നേഹവും ഇഷ്ടവും ഒക്കെ ഉണ്ട്. അതനുസരിച്ച് നിങ്ങളുടെ റിലേഷനിൽ ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങളും ഉണ്ടല്ലേ. എപ്പോഴും ഇഷ്യൂസാണ് റിലേഷനിൽ. നല്ല രീതിയിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ പെട്ടെന്ന് ഇഷ്യൂ ഉണ്ടാവും, രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാവും, സെപ്പറേഷനിലേക്ക് പോകും. അങ്ങനെ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിൽ ഇഷ്ടമുള്ള സമയത്ത് വരും, സംസാരിക്കും, ചിലപ്പോൾ ഭയങ്കര സ്നേഹമായിട്ടൊക്കെ പെരുമാറും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ദിവസം വിളിക്കുന്നുണ്ടായിരിക്കില്ല. നിങ്ങൾ അങ്ങോട്ട് വിളിച്ച് സ്നേഹത്തിൽ സംസാരിച്ചൊക്കെ കഴിയുമ്പോൾ വീണ്ടും പഴയ പോലെയാകും. അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ. റിലേഷൻ കൺഫ്യൂസ്ഡ് ആയ രീതിയിൽ നിങ്ങൾക്ക് ഇതിന് കൊണ്ടുപോകണമോ വേണ്ടയോ എന്ന് പോലും നിങ്ങൾ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ഈ റിലേഷനിൽ പുള്ളിക്ക് ഇഷ്ടമുണ്ട്, ആൾക്ക് നിങ്ങളോട് ഇഷ്ടം തന്നെയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ആ ഒരു ഇഷ്ടം എഫേർട്ടൊന്നും എടുക്കുന്നില്ല. നിങ്ങൾ ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ വിളിക്കുന്നുണ്ടായിരിക്കും, സംസാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഇങ്ങോട്ടായിട്ട് ഒരു എഫേർട്ട് ഉള്ളതായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് ഈ റിലേഷൻ വേണമോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് എന്നാണ് ഈ ചാരിയറ്റ് കാർഡ് പറയുന്നത്. അടുത്തത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. 4 ഓഫ് പെൻറ്റക്കിൾസ് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ ഒരു സെപ്പറേഷൻ പീരീഡിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടുള്ള ഇമോഷൻസ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളോടുള്ള സ്നേഹവും ഫീലിങ്സും ഒന്നും എക്സ്പ്രസ് ചെയ്യാതെ എല്ലാം ഹൈഡ് ചെയ്ത് പിടിച്ചു വയ്ക്കുന്നു. നിങ്ങളിൽ നിന്നും ഇപ്പം അകന്നു നിൽക്കാനാണ് പരമാവധി ശ്രമിക്കുന്നത് എന്നാണ് കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ സ്നേഹമില്ല എന്നൊന്നും അർത്ഥമില്ല. അവരുടെ മനസ്സിൽ സ്നേഹമുണ്ട്, ഇമോഷൻസുമുണ്ട്, പരിഗണനയുമുണ്ട്, നിങ്ങളെ എല്ലാമുണ്ട്. പക്ഷെ ആ ഇമോഷൻസൊക്കെ എന്തുകൊണ്ടോ മനഃപൂർവ്വം ഹൈഡ് ചെയ്ത് പിടിച്ചിരിക്കുന്നു എന്ന് കാണാൻ കഴിയുന്നത്. ഈ റിലേഷനിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് എന്നാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ കാരണം ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ് വന്നേക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന പേഴ്സൺ ആയിരിക്കും. ഫാമിലിയിലെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നോക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കും. ഒത്തിരി റെസ്പോൺസിബിലിറ്റി ഉള്ള പേഴ്സൺ ആയിരിക്കും. ഫാമിലിയിൽ പുള്ളിയാണ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതുകൊണ്ട്, ആൾ തന്നെയാണ് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതുകൊണ്ട് അവരുടെ കൺട്രോളിലായിരിക്കും അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും. അവർ ഫുൾ ഫാമിലി അവരുടെ ഒരു കൺട്രോളിലായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റിലേഷൻഷിപ്പിനെക്കാട്ടി അതാണ് അതിനുള്ള ആൻസറെ. റിലേഷൻഷിപ്പിനെക്കാട്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുന്ന ഫാമിലിക്കാണ് എന്നാണ് കാണുന്നത്. അതായത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ കരിയറിൽ, അല്ല എങ്കിൽ സെൽഫ് ഗ്രോത്തിൽ. ആദ്യം അതിന് ഫോക്കസ് ചെയ്തിട്ട് മാത്രമേ മറ്റു എന്തിലേക്കും വരുന്നുള്ളൂ. നിങ്ങളുടെ റിലേഷനിലേക്ക് ഈ ഒരു കാര്യങ്ങൾക്കെല്ലാം സമയം കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ഫാമിലിക്ക് പ്രയോറിറ്റി നൽകിയിട്ട് രണ്ട് സെൽഫ് ഗ്രോത്തും കരിയറും, അത് ആ കരിയറിൽ നല്ലൊരു ഉയർച്ച കാണണമെന്ന് വിചാരിച്ച് ഫിനാൻഷ്യലി സെറ്റ് ആക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് അതിലേക്ക് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. നിങ്ങളുടെ മനസ്സിലപ്പം തോന്നുമായിരിക്കും എന്നോട് ഇഷ്ടമില്ല എന്ന്. പക്ഷെ അങ്ങനെയല്ല.
ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് നൽകുന്ന ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരാളാകുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇഷ്ടവും സ്നേഹവും ഒക്കെ മനസ്സിലുണ്ട്, പക്ഷേ ആ ക്യാരക്ടർ അറിഞ്ഞു നിൽക്കുക, ആ ഒരു രീതിയാണ് നമുക്കിപ്പം അഡ്വൈസായിട്ട് തരാനുള്ളത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സമയം തരാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ റിലേഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് കാര്യമില്ല. ആ റിലേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുക തന്നെ വേണം. പക്ഷേ നിങ്ങൾക്ക് ഈ ഫാമിലിക്കും കരിയറിനും സെൽഫ് ഗ്രോത്തിനും ഒക്കെ ഇമ്പോർട്ടൻസ് നൽകുന്ന പോലെ ദിവസവും ആ ഒരു ദിവസത്തെ കുറച്ച് സമയത്തിൽ പറ്റുന്ന പോലെ നിങ്ങൾക്കും ഇമ്പോർട്ടൻസ് തരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്യാരക്ടർ അനുസരിച്ച് നിങ്ങൾക്ക് നിന്നും മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടതുണ്ട്. ക്യാരക്ടർ അറിഞ്ഞ് മുന്നോട്ട് പോകുക. എല്ലാവരും ഒരേ ക്യാരക്ടർ ആയിരിക്കില്ലല്ലോ. ചിലർ റിലേഷൻഷിപ്പിലേക്ക് ഒരുപാട് എഫേർട്ട് ഇടുന്ന ആൾക്കാരായിരിക്കും. ചിലർ അവരുടെ ക്യാരക്ടർ വെച്ച് സ്വല്പം ഒന്ന് മാറി നിൽക്കുന്ന ക്യാരക്ടർ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ എന്താണെന്നത് അറിഞ്ഞിട്ട് നിങ്ങളുടെ പേഴ്സൺ അത്രത്തോളം നിങ്ങൾക്ക് വാല്യുബിൾ ആണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ അറിഞ്ഞ് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് നല്ലത്. ഫാമിലിക്കാണ് ഇമ്പോർട്ടൻസ് നൽകുന്നത്. നിങ്ങൾ ആ ഫാമിലിയിൽ ഒരു മെമ്പർ ആകുമ്പം നിങ്ങൾ ആ ഫാമിലിയായി കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങളും അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരാളാവും. അങ്ങനെയാണ് നിങ്ങളെ ഫാമിലിയായി കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഇമ്പോർട്ടൻസ് ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഒരു ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഒരു ത്രെഡ് നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു കാര്യങ്ങളാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ സ്നേഹമില്ല എന്നൊന്നും വിചാരിക്കേണ്ട. സ്നേഹമുണ്ട്, പക്ഷേ സെൽഫ് ഗ്രോത്തിലും കരിയറിലുമാണ്, മണി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് കൂടുതൽ ഫോക്കസ് നൽകുന്നതെന്നാണ് ഈ ഒരു റിലേഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, താങ്ക് യു.